PC നിയമനത്തിന് CPM യുവ നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണം ചർച്ച ചെയ്യാൻ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി ഇന്ന് യോഗം ചേരും. കോഴ ആരോപണം സംബന്ധിച്ച് ഏരിയ കമ്മിറ്റി അംഗം കൂടിയ യുവ നേതാവിനോട് വിശദീകരണം ചോദിക്കും. കോഴ ആരോപണത്തിലെ നിർണായക തെളിവായ ശബ്ദരേഖയിൽ ജില്ലയിലെ ഒരു യുവ MLA-യുടെ പങ്കിനെക്കുറിച്ചും പരാമർശമുണ്ട്. സിനോജ് തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സിനോജ് തോമസ്, വെരി ഗുഡ് മോർണിംഗ്. കോഴ ആരോപണം പാർട്ടിയെ ആകെ പിടിച്ചു നുലച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പാർട്ടി പറയുന്നത് എന്തായാലും അത്തരത്തിലൊരു പരാതി തങ്ങൾക്ക് കിട്ടിയതായിട്ട് പാർട്ടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ആ വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞതും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതും. ഇന്നിപ്പോൾ ഏരിയ കമ്മിറ്റി യോഗമൊക്കെ നടക്കാൻ പോവുകയാണ്. ഈ പരാമർശവിധേയരായ യുവ നേതാവ്, ഒപ്പം തന്നെ ഒരു യുവ MLA-യുടെ പേരൊക്കെ ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇടപാട് നടന്നതാണ് എന്ന് പാർട്ടി അംഗങ്ങളിൽ തന്നെ ചിലരെങ്കിലും വിശ്വസിക്കുകയും ചെയ്യുന്നൊരു പശ്ചാത്തലമുണ്ട്. അതിനിടയിൽ മറ്റു ചില വാർത്തകളൊക്കെ വരുന്നത് ചില റിയൽ എസ്റ്റേറ്റ് ലോബി ഈ വിഷയം ഒതുക്കി തീർക്കാൻ, പുറത്തിനി അധികം വളരാതെ ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തുന്നു എന്നാണ്. എന്താണ് സിനോജ് തോമസ് കൂടുതൽ വിവരങ്ങൾ? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് ഈ ആരോപണം വന്ന സാഹചര്യത്തിലാണ് ഇന്നലെ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പ്രതികരിച്ചത്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞപ്പോഴും ഈ ആരോപണം തള്ളിക്കളയാൻ തയ്യാറായിരുന്നില്ല. PSC-യിൽ വഴിവിട്ട നിയമനമോ അഴിമതിയോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എല്ലായിടത്തും തട്ടിപ്പുകാരുണ്ടല്ലോ, ആ തട്ടിപ്പുകാർക്കെതിരെ വേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇങ്ങനൊരു പരാതി ഉണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ പറയാതെ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു പരാതി പാർട്ടിക്ക് മാസങ്ങൾക്ക് മുൻപ് തന്നെ കിട്ടിയിരുന്നു. കോഴിക്കോട്ടെ CPM നേതൃത്വത്തെ ഈ പരാതി ആകെ ഉലച്ചിരിക്കുകയാണ്. അതായത് ഈ യുവ നേതാവ് ഉൾപ്പെടുന്ന ഏരിയ കമ്മിറ്റിയാണ് ടൗൺ ഏരിയ കമ്മിറ്റി. ഇന്ന് രാവിലെ യോഗം ചേരുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLA കൂടിയായ പ്രദീപ് കുമാറും ജില്ലാ സെക്രട്ടറി P മോഹൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ യോഗമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മൾ നേതാക്കന്മാരെ ഫോണിൽ ബന്ധപ്പെടും. ആ സമയത്ത് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് ഇത് ഈ കാര്യമൊന്നും ചർച്ച ചെയ്യാനുള്ള യോഗമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാനുള്ള യോഗമാണെന്നാണ് അവരുടെ ഒരു വാദം. പക്ഷേ മറുവാദം കൂടി മറ്റു നേതാക്കൾ പറയുന്നത് ഈ വിഷയം ചർച്ചയാകും. കാരണം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ ഈ വിഷയം തള്ളാതിരുന്ന സാഹചര്യത്തിൽ ഉടൻ നടപടി വേണമെന്ന് ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ നടപടി തീരുമാനിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ യോഗമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഒരു അടിയന്തര നടപടി എടുത്തുകൊണ്ടുള്ള മുന്നോട്ട് പോക്കായിരിക്കും പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരു 3 ശബ്ദ സംഭാഷണം ഉണ്ടെന്ന് പറയുന്നു. ആ സംഭാഷണത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള ഒരു യുവ MLA-യുടെ പേര് കൂടി ഉൾപ്പെട്ടിരിക്കുന്നത്. ആ MLA നേരിട്ട് ഇടപെട്ടെന്നല്ല, പക്ഷേ ഈ ഇടനിലക്കാർ സംസാരിക്കുന്ന സമയത്ത്, ഈ ഡോക്ടറുമായി സംസാരിക്കുന്ന സമയത്ത് ഈ MLA-ക്ക് കൂടി പണം നൽകണമെന്ന രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ചർച്ച വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേര് ഇതിലേക്ക് വന്നിരുന്നു. പക്ഷേ മന്ത്രി തന്നെ അത് നിഷേധിക്കുകയും പാർട്ടി സെക്രട്ടറി അത് തള്ളിക്കളയുകയും മന്ത്രിക്കെതിരെ അന്വേഷണമില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. ഈ കോട്ടൂളിലെ യുവ നേതാവും ഒപ്പം തന്നെ ഈ യുവ MLA-യും കൂടാതെ മറ്റൊരാൾ കൂടി ഇതിനകത്ത് ഉണ്ട് എന്ന് പറയുന്നു. അതായത് ഈ ഫോൺ സംഭാഷണത്തിൽ ഉണ്ടെന്ന് പറയുന്നു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റി വിശദമായി അന്വേഷിച്ചിട്ടുണ്ട്. ഈ യുവ നേതാവ് എന്ന് പറയുന്നത് കോഴിക്കോട് നഗരത്തിൽ സജീവമായി കാര്യങ്ങൾ ഇടപെടുന്നതാണ്. ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളൊക്കെ തന്നെയുള്ള നേതാവാണ്. എല്ലാ മേഖലയിൽ ഇടപെടുന്ന CA2-ൻ്റെ ജില്ലാ നേതാവാണ്, ഏരിയ കമ്മിറ്റി അംഗമാണ് പാർട്ടിയുടെ. അദ്ദേഹവുമായി നമ്മൾ ഫോണിലൊക്കെ തന്നെ ബന്ധപ്പെട്ടപ്പോൾ നേരിട്ട് സംസാരിക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായില്ല. ഒരു പക്ഷേ നേരിട്ട് സംസാരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അദ്ദേഹം ഫോണിലൂടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിഷേധിക്കുന്നുണ്ട്. ആരാണ് പരാതി കൊടുത്തത് എനിക്കറിയില്ല എന്നൊക്കെ തന്നെ അദ്ദേഹം പറയുന്നു. ഈ പണം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ലോൺ അടയ്ക്കാമെന്നൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പാർട്ടി ഇത് ഗൗരവമായി എടുത്തിരിക്കുകയാണ്. ഒരു പക്ഷേ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ, നടപടിയെടുക്കാതെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സംഭാഷണം 3 സംഭാഷണങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല, ആ സംഭാഷണം ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് വന്നാൽ വലിയൊരു പൊട്ടിത്തെറി കോഴിക്കോട്ടെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകും. അതുകൊണ്ട് മറുവശത്ത് ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതായത് വാങ്ങിയ പണം തിരിച്ചു കൊടുത്ത് പരാതി പുറത്തേക്ക് പോകാതെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് ഈ പണം നഷ്ടമായവർ പരാതിയുമായി മുന്നോട്ട് വരാതെ, മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാത്തത്, പോലീസിന് മുൻപിൽ വരാത്തത്. ഇതിനിടയിൽ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആരും പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് വിവാദമായ സാഹചര്യത്തിൽ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ഒരു നടപടി ഉടൻ നമുക്ക് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കാം. കാരണം നടപടിയില്ലാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി ആരോപണം ശരിയാണ് എന്നത് പാർട്ടി ശരിവെച്ചു എന്ന തരത്തിലുള്ള വലിയ പ്രചരണം നേരിടും. എന്നാൽ ഈ പണം തിരിച്ചു കൊടുത്ത് തൽക്കാലം ഇതിൽ നിന്ന് തടിയൂരുക എന്നതായിരിക്കുമോ ഇനി പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന വഴി? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിയൽ എസ്റ്റേറ്റിലെ ചില സുഹൃത്തുക്കളൊക്കെ ഈ പ്രമോദ് കോട്ടൂളിക്കുണ്ട്. അപ്പോൾ ഈ 22 ലക്ഷം രൂപ തിരിച്ച് ഹോമിയോ ഡോക്ടർമാരുടെ ഈ ദമ്പതികൾക്ക് കൊടുത്താൽ തൽക്കാലം പ്രശ്നം അവസാനിക്കുമല്ലോ. തൽക്കാലം പ്രശ്നം അവസാനിച്ചാലും
ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞാണ് കോഴിക്കോട്ടെ CPM-ൽ ഒരു വിവാഹിത വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ശബ്ദ സംഭാഷണം പുറത്തേക്ക് ലീക്കായി വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്നും നിൽക്കില്ല, പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോകുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. കാരണം ആ സംഭാഷണത്തിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇവർ ഈ ഇടനിലക്കാരുമായി സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. അവിടെയാണ് ഈ MLA-യുടെ പേരൊക്കെ തന്നെ കടന്നുകൂടിയിരിക്കുന്നത്. ഇനി അവർ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല, അവരുടെയൊക്കെ തന്നെ പേര് പറഞ്ഞുകൊണ്ട് ഏതായാലും ഒരാൾ മാത്രം ഈ ഡീല് നടത്തില്ല. കാരണം അയാൾക്ക് മാത്രം ഇത് ഇങ്ങനെ ഒരു സ്ഥാനം വാങ്ങിക്കൊടുക്കാൻ PSC-യിൽ സ്ഥാനം വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒന്നിലധികം ആളുകൾ ഇതിനകത്ത് ഇടപെട്ടു എന്നാണ് പാർട്ടി സംശയിക്കുന്നത്. അതുകൊണ്ട് നടപടി വേണമെന്ന് ശക്തമായി വാദിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത്. ആ നടപടി ഏകപക്ഷീയമായി ഒതുങ്ങിപ്പോയാലും വിവാദമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് എങ്ങും തൊടാതെ, അതായത് തട്ടിപ്പ് നടന്നോ ഇല്ലയോ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല, പക്ഷേ ഇത്തരം തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്, ആ തട്ടിപ്പുകാർക്ക് നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയാൻ കാരണം അതുതന്നെയാണ്. ഏതൊക്കെയോ രീതിയിലുള്ള ഇടപാട് നടത്തിയിട്ടുണ്ട്, അത് പരിഹരിക്കാനുള്ള കർശന നിർദ്ദേശം CPM ജില്ലാ കമ്മിറ്റിക്ക് കോഴിക്കോട്ടേക്ക് നൽകിയിട്ടുണ്ട്. അത് ഭാഗമായിട്ടാണ് ഇന്ന് ടൗൺ ഏരിയ കമ്മിറ്റി യോഗം ചേരുന്നത്. അങ്ങനെ എടുക്കുന്ന തീരുമാനം ജില്ലാ കമ്മിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യും, അത് സംസ്ഥാന കമ്മിറ്റി നൽകുകയും ഒരു നടപടി വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു സിനു തോമസ്. എനിക്കൊന്ന് കോഴിക്കോട് നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. വലിയ മഴയില്ല, ചാറ്റൽ മഴയാണ്. പക്ഷേ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഓഫീസിൽ വരുന്ന വഴിക്ക് അതിശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നു, ചെറിയ ചാറ്റൽ മഴയുണ്ട്. പക്ഷേ മഴ മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആണെന്ന് തോന്നുന്നു. ആകാശത്ത് നല്ല കാർമേഘമുണ്ട്, വലിയ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും കോഴിക്കോട് കാണുന്നുണ്ട് അരുകുമാർ. ഓക്കെ, ഏതായാലും കോഴിക്കോട് മഴയിൽ നനയുന്നത് പോലെ കോഴ വിവാദത്തിൽ പാർട്ടി ആകെ ഒന്ന് നനഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും കോഴിക്കോട് ഏരിയ കമ്മിറ്റിയും ഏരിയ സെൻറ്ററും അടക്കം. ഇന്ന് ഏരിയ സെൻറ്റർ എന്തായാലും യോഗം കൂടുന്നുണ്ട്. ആരുടെയൊക്കെ ദേഹത്ത് ഈ കോഴയുടെ മഴത്തുള്ളികൾ വീണിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതൊന്നും അധികം വ്യക്തമായി പുറത്തേക്ക് വരില്ല. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി അത് പുറത്ത് നിഷേധിക്കും. പക്ഷേ പാർട്ടി അതിൻ്റെ ഘടകത്തിനുള്ളിൽ അത് വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യും. പ്രഭാത് കോട്ടുള്ളിക്ക് നേരെ നടപടി ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നടപടി ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തെളിക്കപ്പെട്ടെടുക്കാനുള്ള സാധ്യതയില്ല. ഈ വിവാദം എങ്ങനെയെങ്കിലും ഒന്ന് തണുപ്പിക്കുക, അതിനുശേഷം പിന്നീട് ഈ ഏരിയ കമ്മിറ്റി നടപടി എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഹോമിയോ ഡോക്ടർമാർ ഈ 60 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് അത്രേ PSC കോഴ ആരോപണമായിട്ട്. അപ്പോൾ PSC അംഗത്വത്തിന് വേണ്ടി പൈസ കൊടുക്കാനൊക്കെ തയ്യാറാവുന്ന മാനസികാവസ്ഥ, അതൊരു നേതാവ് എന്ന് പറയുമ്പോൾ 22 ലക്ഷം രൂപ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ നേതാവ് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടാവണം. മുൻപും ഇതേപോലെ ഇടപെട്ടതിൻ്റെ എന്തെങ്കിലും രേഖകൾ കാണിച്ചിട്ടുണ്ടാവണം. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. നമുക്ക് എന്തായാലും കൺ തുറന്ന് കാത്തിരിക്കാം. അതേസമയം